നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആസ്ട്രോ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയണത്. അതായത് മകീരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര നക്ഷത്രം, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറിൻ്റെ 2025 നമ്മൾ ഫലങ്ങൾ പറയുകയാണ്. അപ്പോൾ ഞാൻ മുൻപത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിഷുഫലമൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇതിനധികം പ്രാധാന്യമില്ല, പ്രേക്ഷകരൊരു അഭ്യർത്ഥന മാനിച്ച് മാത്രം ചെയ്യുന്ന കാര്യമാണെന്ന് പറയേണ്ടായി. കാരണം ഇനിയിപ്പോൾ നമുക്ക് ശനിമാറ്റം വ്യാഴമാറ്റമൊക്കെ പറയേണ്ടതുണ്ട്. അപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാവും അതിലും വരുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഏറെക്കുറെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ കുറച്ച് നേരത്തെ കൂട്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. ആ ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിക്കൊക്കെ അനുസരിച്ചിട്ടും ദശയ്ക്കും അപഹാരത്തിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവനവൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ ഈ വ്യാഴം, ശനി, രാഹു, കേതുക്കൾ ഇത് മാറുന്നതിനനുസരിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് ഇവിടെ പറയണത്. അതും അഷ്ടവർഗത്തിൻ്റെ ബലം നോക്കി മാത്രമാണ് അത് ഉറപ്പുവരുത്താൻ പാടുള്ളൂ. കാരണം ജാതകത്തിൽ അഷ്ടവർഗം കഴിച്ച് രാഹുകേതുക്കൾക്ക് അഷ്ടവർഗമില്ല. സൂര്യൻ മുതൽ ശനി പര്യന്തമുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടവർഗമുണ്ട്. അപ്പോൾ ഒരിക്കലും ചാരഫലങ്ങൾ അഷ്ടവർഗത്തിൻ്റെ സഹായത്തോടെ അല്ലാതെ മനസ്സിലാക്കിയാൽ അതിൻ്റെ ഫലങ്ങളിൽ ചിലപ്പോൾ പാളിച്ചകളൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും ഒന്നും ആയിരിക്കില്ല ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം. ചില ആൾക്കാർ പറയാറുണ്ട്, പലരും പലതരത്തിൽ ഫലങ്ങൾ പറയുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ടൊരു പദ്ധതിയുണ്ട്. അത് ഹോരയിലും പ്രശ്നമാർഗത്തിലും ഫലദീപികയിലും ജാതകപാരിജാതത്തിലും ജാതകാദേശത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അനേക ജ്യോതിഷ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥവചനം തെറ്റി പറയുമ്പോഴാണ് ഏകോപനം ഇല്ലാണ്ട് വരുന്നത്. അത് കൃത്യമായിട്ട് ജ്യോതിഷ പരിജ്ഞാനം നേടിയ ദൈവജ്ഞൻ പറയുമ്പോഴാണ് അത് ശരിയാവുക. പിന്നെ അവനവൻ്റെ ജാതകം ഞാൻ പറഞ്ഞല്ലോ, ജാതകം വെച്ചിട്ട് ഇപ്പോൾ ശനിയുടെ ഫലം നിങ്ങൾക്ക് അറിയണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏഴരശനിയാവും തുറക്കുന്നുണ്ടാവുക, ഒരു ദോഷവും ഉണ്ടാവില്ല. ചിലപ്പോൾ വ്യാഴം അനുകൂലത്തിലാവും, ഒരു ഗുണം ഉണ്ടാവില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ആ ജാതകം നോക്കിയിട്ട് അഷ്ടവർഗം എന്ന ഒരു ടൂള് ഉണ്ട് അതിൽ. അതിൻ്റെ സഹായം ഇല്ലാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു ഉറപ്പ് ഉണ്ടാവില്ല എന്ന് ആദ്യമേ ഞാൻ പറയട്ടെ. അല്ലാണ്ട് ഈ കേൾക്കുന്ന വാഗ്ദാനങ്ങളൊന്നും കേട്ടിട്ട് അതൊക്കെ അങ്ങോട്ട് ആവും എന്നുള്ളത് വിചാരിക്കേണ്ട. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം ഈ എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഈ നക്ഷത്രക്കാർക്ക്, അതായത് മകീരം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദമുള്ള ഈ നക്ഷത്രക്കാർക്ക് അഥവാ മിഥുനക്കൂറിൽ ജനിച്ച ആളുകൾക്ക് 2025 മെയ് മാസം 14-ാം തീയതി വരയ്ക്ക് വ്യാഴം 12-ലുണ്ട്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 2025 മാർച്ച് 29 വരയ്ക്ക് ശനി 9-ാം ഭാവത്തിലും അതിനുശേഷം 10-ലേക്കും വരും. അപ്പോൾ കണ്ടകശനി തുടങ്ങാനിരിക്കുന്ന ആൾക്കാരാണ്. ഇതിന് മുൻപായിട്ട് നമ്മളൊരു ശനി മാറ്റത്തെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാഹുകേതുക്കളുടെ മാറ്റം 2025 മെയ് 18-ാം തീയതി 10-ൽ നിന്ന്, അതായത് ഇപ്പോൾ 10-ലാണ് രാഹു, അതിങ്ങോട്ട് 9-ലേക്ക് വരും. രാഹു 9-ലേക്ക് വരും. കേതു 4-ൽ നിന്ന്, ഇപ്പോൾ 4-ൽ നിൽക്കുന്ന കേതു 3-ലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വിലയിരുത്തുമ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ ആദ്യം, മധ്യം, അന്ത്യം ഇങ്ങനെ ഉള്ള കാലങ്ങളിൽ, അപ്പോൾ വർഷാദ്യം നമുക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതികളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം കണ്ടകശനി തുടങ്ങിയ ഉടനെ ദോഷം ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ സുഖസ്ഥാനത്തിൽ നിന്നും കേതു 3-ലേക്കും ഭാഗ്യസ്ഥാനത്തേക്ക് രാഹുവും വരുന്നുണ്ട്. അപ്പോൾ ആ രാഹുകേതുമാറ്റമാണ് അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടി വരിക. ഈ തുടക്കത്തിൽ 2025 ഒരു അപകടവുമില്ല. അതായത് തൊഴിൽപരമായിട്ട് പുരോഗതി, സ്വജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അംഗീകാരം, ബഹുമാന്യത, നമ്മൾ പറഞ്ഞതൊക്കെ അവർക്ക് കേൾക്കാൻ തോന്നുക. ഗൃഹത്തിൽ സുഖാനുഭൂതികൾ ഉണ്ടാവുക, സുഖാന്തരീക്ഷം, സുഖമായിട്ടുള്ളൊരവസ്ഥ, ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സഹായങ്ങൾ, കുടുംബ സൗഖ്യങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധികൾ,
അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു മധ്യകാലഘട്ടം, അതായത് ഇങ്ങനെ ഒരു ഏപ്രിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും, വിദ്യാഭ്യാസം ചെയ്യുന്ന, അതായത് വിദ്യാർത്ഥികളായിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ അലസതയാണ് ആദ്യം വരിക. കണ്ടകശനിയുടെ ഒരു പനി ഇങ്ങനെ കുറേശ്ശെ തുടങ്ങി ആ സമയത്ത്. പിന്നെ പരാജയ ഭീതികൾ, പരീക്ഷാദികളിൽ പരാജയം, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള രോഗാദി അരിഷ്ടതകൾ. കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് 60 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് വെച്ചാൽ കുറേശ്ശെ വാദത്തിൻ്റെ ഇങ്ങനെ, അത് പ്രായത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഈ ശനിക്ക് എപ്പോഴും വൃദ്ധന്മാരെ തന്നെയാണ്, 60 കഴിഞ്ഞാൽ വൃദ്ധന്മാരായി. 90 വയസ്സ് വരെയൊക്കെയുള്ള ഒരു നൈസർഗിക കാലഘട്ടത്തിലാണ് ശനി പിടിമുറുക്കുക. അപ്പോൾ അവർക്ക് വാദസംബന്ധിയായിട്ടുള്ള അസ്കിതകൾ കൂടും. മംഗളകർമ്മങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരും. മംഗളം, വിവാഹമടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ തടസ്സമാണ് ഉണ്ടാവുക. ദാമ്പത്യ സുഖഹീനതകൾ, കാരണം ഈ ദമ്പതിമാർ കലഹത്തിലൊക്കെ ഇരിക്കുന്ന ദമ്പതിമാരൊക്കെ ഉണ്ടെച്ചാൽ അതിങ്ങനെ വലുതാക്കാൻ നിൽക്കണ്ട. ദാമ്പത്യ സുഖഹീനതകൾ ഉണ്ടാവും. വാക്ക് സംബന്ധമായിട്ട് ശത്രുക്കൾ ധാരാളം ഉണ്ടാവും. വാഹന ഭയങ്ങൾ, ധനദുർവ്യയങ്ങൾ, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ദൂരയാത്ര നടത്തുന്ന ആളുകൾക്ക് ക്ലേശാദി അനുഭവങ്ങൾ ഉണ്ടാവുക. നാട് വിട്ട് ദൂരദേശ യാത്ര നടത്തുന്ന ആൾക്കാർക്ക് ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാവുക. അതേപോലെ തന്നെ ധനനഷ്ടത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ, ഈ വർഷാവസാനത്തേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഗുണദോഷ സമ്മിശ്രത്താൽ ഇത്തിരി ദോഷാധിക്യമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 2025 കാത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 മാസത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു 6-7 മാസം എന്തായാലും ശ്രദ്ധിക്കണം. പൊതുവായിട്ട് ശാസ്താവിന് വഴിപാടുകൾ കഴിപ്പിച്ചോളുക, ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിച്ചോളുക. ജന്മവ്യാഴം തുടങ്ങുന്നത് കാരണം കൊണ്ട് വിഷ്ണുവിനും വഴിപാടുകൾ കഴിപ്പിച്ചോളാം. പിന്നെ അവനവൻ്റെ ജാതകം നോക്കി ദശയും അപഹാരമൊക്കെ വിലയിരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ ദോഷം അനുഭവത്തിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, അതായത് അഷ്ടവർഗത്തിൽ 4 ബിന്ദുക്കൾ, 5-ൽ താഴെ ബിന്ദുക്കൾ വരുന്നുണ്ടെങ്കിൽ, അത് 0, 1, 2 ഉള്ള ആൾക്കാർ വളരെ വളരെ ശ്രദ്ധിക്കണം. 4-ൽ താഴെ ബിന്ദുക്കൾ വന്നാൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ജാതകം നോക്കുക. ജാതകം നോക്കിയിട്ട് അതിൽ അഷ്ടവർഗ ബിന്ദുക്കളൊക്കെ നോക്കി നമ്മൾ ദോഷത്തിനുണ്ട് വെച്ചാൽ അതിനുള്ള ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ദൈവജ്ഞൻ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവജ്ഞൻ ആരാണോ അയാൾ പറയണത് കേട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ അപകടത്തിൻ്റെ കുഴിയിൽ ചാടില്ല, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് 2025 തരാനുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കർക്കിടകക്കൂറിൻ്റെ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതിനാണ് കമൻറ്റ് ബോക്സ്. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ പറ്റാവുന്ന രീതിയിൽ അതിന് മറുപടി തരാൻ ശ്രമിക്കാറുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ എല്ലാം മറുപടി കൂടി തരാവുന്ന മാക്സിമം സമയത്തിനനുസരിച്ച് തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.